2.5 വർഷമായിട്ട് സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം 2022 എനിക്ക് UK പോകാനായിട്ടൊരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തു. IELTS ഒക്കെ ക്ലിയർ ചെയ്തു. ആ സമയത്ത് എനിക്ക് 2014 ഒരു US വിസ റിജക്ഷൻ വന്നിട്ടുള്ളതുകൊണ്ട് UK വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് റിജക്ഷൻ വരും, അതിനെ അഫക്റ്റ് ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ലൈറ്റ് കാൻഡിൽ പ്രയർ ഇട്ട് ചെല്ലി ഇച്ചിരി ആദ്യമൊക്കെ വിസയ്ക്ക് ആപ്ലിക്കേഷനിൽ ഒരു ഡിലേ വന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഡിലേ ആയെങ്കിലും അവിടെ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വിസ വന്നു. അങ്ങനെ വിസ കിട്ടി, ഞാൻ UK പോയി. അപ്പം അതേപോലെ തന്നെ അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറ്റൊരു കാര്യമാണ് കോഴ്സ് വേറെ ബാക്ക് പേപ്പറൊന്നും കിട്ടാണ്ട് എല്ലാം നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം 1 ഇയർ കോഴ്സായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പം ഒക്ടോബർ 31 വരെയാണ് എനിക്ക് വിസ അടിച്ചത്. അതായത് 2023 ഒക്ടോബർ 31 വരെയാണ് എനിക്ക് ആദ്യം വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് 2 വർഷത്തേക്ക് വീണ്ടും വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒക്ടോബർ 10 റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ റിസൾട്ട് മാത്രം പബ്ലിഷ് ചെയ്തില്ല. അപ്പം 30 മുമ്പ് ആയിട്ട് ഒക്ടോബർ 31 മുമ്പായിട്ട് തന്നെ വിസയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ വെച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും. അപ്പം ഞാൻ വീണ്ടും ലൈറ്റ് കാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം അതിന് ഒക്ടോബർ 10 ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്ട് വന്നപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു. നിരന്തരം അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്തെങ്കിലും ഒരു മാറ്റങ്ങളും ഉണ്ടായില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനമായപ്പോൾ മാതാവിൻ്റെ കൃപയോടെ ഒരു ഒക്ടോബർ 31 ഒരു 5 ദിവസം മുമ്പായപ്പം അവർ എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിനനുസരിച്ച് തന്നെ എനിക്ക് വിസയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതിന് ശേഷമാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ജോലിയാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ജോലിക്ക് അപ്ലൈ ചെയ്താലും എനിക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം ഒരു റെസ്പോൺസ് പോലും എനിക്ക് തിരിച്ച് വരുന്നില്ലായിരുന്നു. കുറേയധികം ജോലികളിൽ അപ്ലൈ ചെയ്തു. അവസാനം സോഷ്യൽ വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ മാതാവിന് ഇഷ്ടമുള്ള ഒരു ജോലി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ ഏതൊരു ജോലിക്ക് വെക്കുമ്പോഴും എനിക്ക് ഒരു റെസ്പോൺസ് വരാണ്ടായപ്പോൾ ഞാൻ നവംബർ 15 2023 നവംബർ 15 ഞാൻ ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജനുവരിയിൽ 3 ജോലിക്ക് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ 3 ജോലിയും എനിക്ക് കിട്ടിയില്ല. ഇൻ്റർവ്യൂവിന് ഞാൻ പോയെങ്കിലും എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിരുന്നത് മാതാവിന് എനിക്ക് ഏതാണോ നല്ലതെന്ന് മാതാവ് അറിഞ്ഞ് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ ഒരു പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് റെസ്പോൺസ് വരുന്നില്ലായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ നാട്ടിലേക്ക് ഒന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വരാമെന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് ഫെബ്രുവരി ആദ്യം ഞാനൊരു 3 ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. സോഷ്യൽ വർക്ക് റിലേറ്റഡ് ജോലി തന്നെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം ഇനി അതിന് നാട്ടിലൊക്കെ വരുന്ന സമയത്ത് അതിന് വല്ലതും ഇൻ്റർവ്യൂവിന് വിളിക്കുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വിളിച്ചാൽ അതിനൊരു തടസ്സമാകുമോ എന്നൊക്കെ ഒരു പേടിച്ചാണ്. എന്തുകൊണ്ടാലും ഞാനൊരു 2 ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുത്തു, ഇങ്ങോട്ട് വന്നു. വരുന്നതിന് മുമ്പായിട്ട് ഒരു 3 ദിവസം മുമ്പ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. 28 ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നു. ബാക്കിയുള്ള 2 ജോലിക്ക് എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതുകൊണ്ട് അത് ഓൺലൈനായിട്ടായിരുന്നു അതിന് ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഞാൻ 4 ഇവിടെ വന്നു. 5 6 ആയിട്ട് ഞാൻ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ കൃപയോടെ എനിക്ക് ആ 2 ജോലി ഇപ്പം കിട്ടി. അതായത് ഇന്നലെ വൈകിട്ട് എനിക്ക് ആ ജോലി കിട്ടിയെന്നും പറഞ്ഞ് എനിക്ക് കോള് വന്നു. അപ്പം ഞാൻ നാളെ രാവിലെയാണ് തിരിച്ച് UK വന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പാണെങ്കിൽ പോലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പം 2 ആഴ്ചത്തേക്കാണ് വന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കൺഫർമേഷൻ, ഒരു ജോലി കിട്ടിയെന്നൊരു കൺഫർമേഷൻ കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്നൊക്കെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ കൃപയോടെ എനിക്ക് നല്ല 2 ജോലി ഇപ്പോൾ കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരു റോളിൽ എനിക്ക് ഇവിടെ ജോലി കിട്ടി.